ഇലന്തൂർ നരബലിയായിട്ട് ബന്ധമുണ്ട്. അത് നമ്മുടെ ഡയറക്ടറെ നാട്ടിൽ നടന്ന പുള്ളിയുടെ വീടിൻ്റെ ഏകദേശം പത്തനംതിട്ട കുറച്ച് അകലെയുള്ള സംഭവമാണ്. ആ വീട് ഇപ്പോഴും ഒരു കാഴ്ച ബംഗ്ലാവായിട്ട് പരിപാലിച്ച് പോരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ മുഴുവൻ ഞങ്ങൾ കോപ്പി ചെയ്തിട്ടില്ല. പക്ഷെ അതിലെ കഥാതന്തു ഇതിലെ കഥാതന്തു രണ്ടും കൂടി ഉണ്ട്. പക്ഷേ സെയിം ഇൻസിഡൻ്റ് അല്ല ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നരബലിയുണ്ട്. മനുഷ്യൻ അത് ഈവിൾ ഇതാണ്. അത് അതിൽ പോകുന്നത് ശരിയല്ല, അത് വിശ്വസിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു പാഠം രക്ഷിതാക്കളെയും, കാരണം ഇതിൽ മുഴുവൻ യങ്സ്റ്റേഴ്സാണ്. 6 പേരാണ് ഈ സിനിമ ലീഡ് ചെയ്യുന്നത് ശരിക്കും. 3 യുവാക്കളും 3 യുവതികളുമാണ്. അപ്പോൾ അവരുടെ കോളേജ് ലൈഫ് അവിടുന്ന് അവർക്ക് തോന്നുകയാണ്. ഇപ്പോൾ പലരും വീട്ടിലൊന്നും പറയാതെയാണ് പോവുക ഓരോ വഴിക്ക്. പിന്നെ വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ പിന്നെ ഇത് പോലീസൊക്കെ എൻക്വയറി ആയി പിന്നെ പറഞ്ഞ ഡെഡ് ബോഡി ഇവിടെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിച്ചിട്ട് ഓരോ ഹീനപ്രവൃത്തികൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഈ കിരാത. അതിൽ നല്ല പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. അത് നമ്മളെല്ലാം പിന്നെ പരിപാലിക്കണം, എന്നാലേ സമൂഹം നല്ല രീതിയിൽ പോവുകയുള്ളൂ. സമൂഹത്തിന് നല്ലൊരു എന്താ പറയുക, കൂട്ടമായി ഒന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സുഖജീവിതം നയിക്കാൻ പറ്റുള്ളൂ എന്നൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അതാണ് കിരാത. പിന്നെ പേരിട്ടതൊക്കെ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ട് ടീം വർക്ക് ചെയ്തിട്ടാണ്. എല്ലാവരും ഇരുന്ന് പല അഭിപ്രായങ്ങളും ചോദിച്ചു മനസ്സിലാക്കി. ഞങ്ങൾക്കൊരു സിനിമയുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് 2 ആഴ്ചയോളം നമ്മൾ ഡിസ്കഷൻ ചെയ്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്ത് എൻ്റെ ഇളയ മോനാണ്, അരുൺ ഭാസ്കരൻ. അപ്പോൾ അവൻ UK ഇത് മാസ്റ്റേഴ്സ് ചെയ്തതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ ഇത് പോയി നെറ്റിലൊക്കെ തപ്പി അതിൻ്റെ മീനിങ് കണ്ടുപിടിച്ച് അവസാനം ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റ്, അതായത് രാത്രിയിലെ എന്തൊരു ഭീകരത, അങ്ങനെ അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്.